Today we are going to discuss the errors in estimation. The term error in statistics refers to the difference between actual value and estimated value. When we compute statistic for explaining the features of a population, this difference is very common. There are two types of errors: sampling error and non-sampling errors. First one, sampling error. The difference between the statistic and parameter value due to adopting the sampling procedure is called sampling error. Non-sampling errors that are involved in the observation, processing, tabulation and analysis of information are called non-sampling errors. These errors are common to both sample studies and population studies. സ്റ്റാറ്റിസ്റ്റിക്സിൽ ആക്ച്വൽ വാല്യൂവും എസ്റ്റിമേറ്റഡ് വാല്യൂവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകാം. അപ്പോഴാണ് സാധാരണ എറർ ഉണ്ടാവുക. അങ്ങനെയുള്ള എറേഴ്സ് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉണ്ടാവുക: സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും. സാമ്പിളിംഗ് എറേഴ്സ് നാം പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുക, ഒരു പോപ്പുലേഷന് വേണ്ടി നമ്മൾ സാമ്പിൾ എടുത്ത് ആ സാമ്പിളിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സാമ്പിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെഷറാണ്. ഉദാഹരണം സാമ്പിൾ മീൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുതലായവ. പാരാമീറ്റർ എന്ന് പറയുക പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെഷറാണ്. ഉദാഹരണത്തിന് പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുതലായവ. നമ്മൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. അവ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? അവ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകാം, ഡിഫറൻസ് ഇല്ലാത്ത സാഹചര്യം വരാം. അങ്ങനെ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും തെറ്റുകൾ ഉണ്ടാകാം. ആ തെറ്റുകൾ ഉണ്ടാകുന്നതിനുള്ള കാരണം നമ്മൾ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാമ്പിൾ എടുത്തപ്പോൾ ആ സാമ്പിളിംഗ് പ്രൊസീജിയറിൽ വന്ന ചില ന്യൂനതകളാണ് അതിന് കാരണമാകുന്നത്. അതാണ് പ്രധാനമായിട്ടും സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുക. നമ്മളൊരു പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടെടുത്ത സാമ്പിൾ എടുക്കുന്നതിൻ്റെ പ്രക്രിയകളിൽ വന്ന തെറ്റുകളാണ് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുക. അപ്പം അങ്ങനെ തെറ്റായിട്ടുള്ള സാമ്പിൾസ് എടുത്ത് നമ്മൾ പഠനം നടത്തിയാൽ സ്വാഭാവികമായിട്ടും പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് കിട്ടാതെ വരാം. അപ്പം അങ്ങനെയുള്ള സാമ്പിളിംഗ് പ്രൊസീജിയറിൽ വന്നിട്ടുള്ള ആ എററുകളെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുക. അതിന് പല കാരണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ഇഫ് ദ യൂണിറ്റ്സ് സെലക്ടഡ് ആസ് സാമ്പിൾ ആർ നോട്ട് ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി യൂണിവേഴ്സ്. Second one, improper and unscientific substitution of the sample units. Third one, variability of the population itself is a source of sampling error. Fourth one, in some cases the population needs to be classified as groups, different strata or clusters. The sample become unrepresentative if this classification or demarcation is not proper. Fifth one,
sometimes the samples are allowed to fluctuate at frequent intervals. Sixth one, if the size of the sample is very small, it fails to represent the population. Hence, the sample size should be sufficiently large. Sampling errors and sample size are negatively related. As the sample size increases, sampling errors decreases. അടുത്തതായി നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. ഒരു സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒബ്സർവേഷനും പ്രോസസ്സിങ്ങും ടാബുലേഷൻ അനാലിസിസ് മുതലായവയുമായി ബന്ധപ്പെട്ട് വരുന്ന തെറ്റുകളെയാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുക. അത് പോപ്പുലേഷൻ സ്റ്റഡീസിലും സാമ്പിൾ സ്റ്റഡീസിലും അങ്ങനെയുള്ള എററുകൾ വരാം. അതിനുള്ള കാരണങ്ങളാണ് താഴെ പറയുക. ഇവിടെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട കാര്യം, സാമ്പിളിംഗ് എറർ എന്ന് പറയുമ്പോൾ സാമ്പിളിംഗ് പ്രൊസീജിയറിൽ വരുന്ന തെറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എററാണ് സാമ്പിളിംഗ് എറർ. അതിൻ്റെ കാരണങ്ങൾ മുൻപ് പ്രസ്താവിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവിൽ വരുന്ന തെറ്റുകളാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിൽ വന്ന തെറ്റുകൾ, നമ്മളുടെ സ്റ്റഡിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതിൽ വന്ന അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റുകൾ, അനാലിസിസ് നടത്തിയപ്പോൾ വന്നിട്ടുള്ള തെറ്റുകൾ. അപ്പം ഇങ്ങനെയുള്ള സ്റ്റഡിയെ പൊതുവിൽ ബാധിക്കുന്ന തെറ്റുകളെയാണ് നമ്മൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുക. ഈ രണ്ട് തെറ്റുകളും സ്വാഭാവികമായും സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അപ്പോൾ അത് പരമാവധി കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സാമ്പിളിംഗ് എററുകൾ വന്നാൽ ആ സാമ്പിളിംഗ് മെത്തേഡൊക്കെ നമ്മൾ എടുക്കുന്നത് തെറ്റിയാൽ സ്റ്റഡിയുടെ രീതികൾ തന്നെ മാറിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് അടുത്തതായി നമ്മൾ പഠിക്കുക സെൻട്രൽ ലിമിറ്റ് തിയറത്തെ പറ്റിയാണ്. ഒരു പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഷേപ്പാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പ്രതിപാദിക്കുക. സാമ്പിൾ സൈസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മീൻ നോർമലിലേക്ക് എത്തിച്ചേരുന്നു. That is, the central limit theorem gives relationship between the shape of the population distribution and the shape of the sampling distribution of the mean. This theorem states that as the sample size increases, the sampling distribution of mean approaches normal. The chief merit of this theorem is that it can be used in statistical inference. We can use sample statistics to make inferences about the population parameters. അതായത് നമ്മൾ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ നമ്മൾ ചെയ്യുക, ഒരു പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പിൾസ് എടുക്കുന്നു,
അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ആ നിഗമനങ്ങൾ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുതന്നെയാണ് സെൻട്രൽ ലിമിറ്റ് തിയറത്തിലും പറയുക. ഉദാഹരണത്തിന്, ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട്. ആ 100 കുട്ടികളുടെ ലേണിംഗ് ഹാബിറ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നതിനായി ആ ക്ലാസ്സിൽ നിന്നും ഒരു 10 കുട്ടികളെ സാമ്പിളായിട്ട് എടുക്കുന്നു. ആ 10 കുട്ടികളെ സാമ്പിളായിട്ട് എടുത്തിട്ട് ആ ലേണിംഗ് ഹാബിറ്റിനെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അവർക്ക് കൊടുക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൽ നിന്നും മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ 10 കുട്ടികളുടെയും, അപ്പോൾ ഓരോ കുട്ടിയും അവിടെ ഓരോ സാമ്പിളാണ്. അപ്പോൾ 10 കുട്ടികളുടെ 10 സാമ്പിളിൻ്റെ മീൻ നമുക്കവിടെ ലഭ്യമാണ് ആ ലേണിംഗ് ഹാബിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നുള്ള റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആ 10 കുട്ടികളിലാകുന്ന സാമ്പിൾസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 10 സാമ്പിൾസിൻ്റെയും മീൻ, അത് ആ 100 കുട്ടികളുടെ ഡേറ്റയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കിട്ടുന്ന മീനിന് തുല്യമാകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 10 കുട്ടികളെ എടുത്ത് അവരുടെ റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന മീനിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ 100 കുട്ടികളുടെയും ലേണിംഗ് ഹാബിറ്റിനെ പറ്റി പ്രതിപാദിക്കുവാൻ സാധിക്കുന്നു. അതാണ് മീൻ നോർമലിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുക. അപ്പോൾ സാമ്പിൾ മീൻ ഈ 10 കുട്ടികളുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ മീനിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് 100 കുട്ടികളുടെ ലേണിംഗ് ഹാബിറ്റിനെ പറ്റി പ്രതിപാദിക്കുവാൻ സാധിക്കുന്നു. ഇതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുക. അപ്പോൾ അത് തിയററ്റിക്കലായിട്ട് നമ്മൾ എന്താണ് അവിടെ സാമ്പിളിൻ്റെ മീനും പോപ്പുലേഷൻ്റെ മീനും ഒന്നാണ്, അല്ലെങ്കിൽ അത് തുല്യതയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള രീതിയിലാണത് പ്രതിപാദിക്കുക. തുല്യതയിലേക്ക് എത്തിച്ചേരാൻ കാരണം ഇതാണ്, നമ്മൾ 10 പേരെ എടുക്കുന്നു, ഇനി സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് അത് മീൻ നോർമലിലേക്ക് എത്തുന്നു. നമ്മൾ 10 കുട്ടികൾ എന്നുള്ളത് വീണ്ടും എന്താണ് 20 കുട്ടികളെ എടുത്തിട്ട് അവർ അതിൻ്റെ റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിലുള്ള മീൻ എടുക്കാം, 25 കുട്ടികളെ എടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി എന്താണ് ആ ലേണിംഗ് ഹാബിറ്റിനെ പറ്റിയുള്ള ചിത്രം ക്ലിയർ ആകാൻ സാധ്യമാകും. അപ്പോൾ ഇതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. ഇത് പലപ്പോഴും എന്താണ് ബെൽ ഷേപ്ഡ് കർവിലാണ് ഇത് പ്രതിപാദിക്കുക.